അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഇത് നമ്മളൊരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്വീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ സാധാ സ്വീറ്റ് ഒന്നുമല്ല, നമുക്ക് പുഡിങ് ചെയ്യാം. അപ്പോൾ പുഡിങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. വ്യത്യസ്തമായ പലതരം പുഡിങ്സ് പരീക്ഷിക്കാൻ എല്ലാ വീട്ടമ്മമാർക്കും ഇഷ്ടമാണ്. നമ്മളിന്നൊരു പുതിയ ഒരു പുഡിങ്ങിലേക്ക് പോവാണ്. വളരെ സിമ്പിളാണ് ആ പുഡിങ്, പക്ഷേ ഉണ്ടാക്കാൻ എളുപ്പം. സ്വാദിൻ്റെ കാര്യത്തിൽ നല്ല ഒന്നാമനായിട്ട് വരും. ഇതിൻ്റെ പേര് ബദാം പുഡിങ്. അപ്പോൾ ഒരു ആൽമണ്ട് പുഡിങ്ങാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബദാം മിൽക്ക് പൗഡർ 5 ടേബിൾ സ്പൂൺ, പാൽ 1/2 ലിറ്റർ, മിൽക്ക് മെയ്ഡ് 1/2 ടിൻ, പഞ്ചസാര 5-6 ടേബിൾ സ്പൂൺ, ചൈന ഗ്രാസ് 10 ഗ്രാമിൻ്റെ 1 പാക്കറ്റ്, വെള്ളം 2 കപ്പ്, വാനില എസൻസ് 1/2 ടീസ്പൂൺ. അലങ്കരിക്കാനായിട്ട് ബദാം ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയത് ആവശ്യാനുസരണം. അപ്പം നമുക്കിനി നല്ല സ്വാദിഷ്ടമായ ബദാം പുഡിങ് തയ്യാറാക്കാം. അപ്പോൾ എൻ്റെ ചേരുവകളെല്ലാം ഇവിടെ റെഡിയാണ്. ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു പാത്രത്തിലേക്ക് ഇത് നമ്മളിപ്പോൾ ഏത് പുഡിങ് ആണെങ്കിലും, അതായത് പല ടൈപ്പ് ഓഫ് പുഡിങ് ഉണ്ട്. ഇപ്പോൾ ബേക്ക് ചെയ്യുന്ന പുഡിങ് അല്ലാണ്ട് സെറ്റിംഗ് പുഡിങ് ആണെങ്കിൽ കൂടുതലായിട്ടും എന്തെങ്കിലും ഒരു സെറ്റിംഗ് ഏജൻറ്റ് ഉണ്ടാകും. അത് ഒന്നുകിൽ അത് ചൈന ഗ്രാസ് ആകാം, അതല്ലെങ്കിൽ ജലറ്റിൻ ആകാം. അപ്പോൾ ജലറ്റിൻ എന്ന് പറയുമ്പോൾ അത് കുറച്ച് നോൺ വെജ് ആണ്. അതുകൊണ്ട് തന്നെ ചൈന ഗ്രാസ് ആയിരിക്കും പ്യുവർ വെജിറ്റേറിയൻസ് പ്രിഫർ ചെയ്യുന്നത്. ഇതൊരു തരം സീവീഡാണ്. അതുകൊണ്ട് വെജിറ്റേറിയൻസിന് ഏറ്റവും നല്ലത് ചൈന ഗ്രാസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, പ്ലാസ്റ്റിക് ഷീറ്റ് പോലെയൊക്കെ തോന്നും. ഇങ്ങനെ പാക്കറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊരു 10 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അത് വാങ്ങിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വയ്ക്കുക. ഇങ്ങനെ മുറിച്ച് വയ്ക്കാം. ഇത് കുതിരാനായിട്ട് വെക്കണം. കുറച്ചുകൂടെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു 2 കപ്പ് വെള്ളം അളന്ന് ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് റെഡിയാണ്. അപ്പോൾ അതൊരു സൈഡിലിരിക്കട്ടെ. ഇനി അടുത്ത നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ പാല് വെച്ചുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതിൽ പ്രധാനമായിട്ട് വേണ്ടത് ബദാം പുഡിങ്ങാണ്, അഥവാ ആൽമണ്ട് പുഡിങ്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യുന്നത്, നമുക്കിപ്പം ബദാം മിൽക്ക് പൗഡർ എന്ന് പറഞ്ഞ് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ബദാം പൗഡർ ഒരു ലൈറ്റ് യെല്ലോ കളറിലെ കാര്യമാണ്. അതൊരു 5 ടേബിൾ സ്പൂൺ എടുക്കണം. പിന്നെ 1/2 ലിറ്റർ പാല് വേണം. അപ്പോൾ ഈ 1/2 ലിറ്റർ പാലിൽ നിന്നും ഈ ബദാം മിൽക്ക് കലക്കാൻ ആവശ്യമായ തണുത്ത പാല് കാച്ചുന്നതിന് മുന്നേ അതിലേക്ക് ഒഴിക്കാം. ഏകദേശം കണ്ടില്ല, ഒരു യെല്ലോ കളറായി ഇങ്ങനെ വരുന്ന നോക്കൂ. ആ പാലൊരു ചെറിയൊരു ലൈറ്റ് യെല്ലോ കളറാവുന്നുണ്ട്. അതിൻ്റെ നിറം അതാണ് യെല്ലോ കളർ. അപ്പോൾ കട്ടയില്ലാണ്ടൊന്ന് കലക്കി വെക്കാം. അപ്പോൾ ഒരു 1/2 കപ്പോളം പാല് വേണ്ടി വരും. ഇനി ബാക്കി പാല് നമ്മൾ ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് കാച്ചി വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര, അതിൻ്റെ ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി വേണമെങ്കിൽ ചേർക്കാം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അപ്പോൾ നോക്കിയിട്ട് ചേർക്കാം. 3 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ ആകാം. അപ്പോൾ അടുപ്പൊന്ന് കത്തിച്ച് കൊടുക്കാം. പഞ്ചസാര ഈ പാലിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞ് നന്നായിട്ടൊന്ന് തിള വരുന്ന ഒരു സമയം, പൊങ്ങി കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ പാലിപ്പോൾ നന്നായിട്ട് ഏതാണ്ട് തിളയ്ക്കുന്ന ഒരു പാകമായി കഴിഞ്ഞു. പഞ്ചസാരയെല്ലാം പാകത്തിന് അത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. ഈ പാലിൻ്റെ മിശ്രിതം, പാലും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് നമുക്ക് യോജിപ്പിച്ച് വയ്ക്കാം. അതായത് നമ്മുടെ മിൽക്ക് മെയ്ഡ് 1/2 ടിൻ മിൽക്ക് മെയ്ഡ്, അത് ഈ പാലിൻ്റെ കൂട്ടിലേക്ക് മാറ്റാം. കണ്ടൻസ്ഡ് മിൽക്ക് 1/2 ടിൻ, അതും കൂടി അങ്ങ് അലിയിക്കുക. അപ്പോൾ അതിനൊരു മധുരമുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. മധുരം പഞ്ചസാര അളവ് നമ്മൾ നോക്കി ചേർക്കുക. ഇപ്പോൾ 3-4 ടേബിൾ സ്പൂൺ ആദ്യം ചേർക്കുക. പിന്നെ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി ഇത് അടുപ്പിൽ നിന്നും മാറ്റുന്നു. അപ്പോൾ പാടയൊന്നും കെട്ടരുത്. അത് അതിന് മുന്നേ തന്നെ നമ്മളിത് ഇളക്കി അങ്ങ് മാറ്റും. പാട വരില്ല, അതിന് മുമ്പേ തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ മറ്റൊരു ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെക്കുന്നു. നമ്മളുടെ ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് കുതിർന്നിരിക്കുവാണ്, നല്ല സോഫ്റ്റായി. അപ്പോൾ 2 കപ്പ് വെള്ളത്തിൽ 1 പാക്കറ്റ് 10 ഗ്രാമിൻ്റെ 1 പാക്കറ്റ് ചൈന ഗ്രാസ് കഷ്ണങ്ങളായി മുറിച്ചത് കുതിരാൻ വെച്ചതാണിത്. ആ വെള്ളത്തോടു കൂടി തന്നെ നമ്മൾ അടുപ്പിലേക്ക് മാറ്റുന്നു. ഇനി നമ്മൾ ഇളക്കി കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക്. ഇത് നന്നായിട്ടൊന്ന് ഉരുകട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി. ഇപ്പം നോക്കൂ, നമ്മളുടെ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞു. നന്നായിട്ട് ചൂടായി തള വരുമ്പോൾ തന്നെ അത് മെൽറ്റാകും. ശരിക്കും നന്നായിട്ട് കുതിർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും, ഒരുപാടുമില്ല. കുതിർന്നില്ലെങ്കിലാണ് മെൽറ്റാവാനായിട്ട് സമയമെടുക്കുന്നത്. കുറച്ച് തരിയൊക്കെ ഉണ്ടാവും, എന്നാലും ചെറിയ തരിയുണ്ട്. നമുക്ക് അവസാനം അരിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോകും. പക്ഷെ എന്തായാലും ഇത് നന്നായിട്ട്
മെൽറ്റായി കഴിഞ്ഞു. അപ്പോൾ തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ച പാൽ ഇവിടെ ഉണ്ട്. നമ്മൾ ഇതിലേക്ക് ഈ ചൈന ഗ്രാസ് ഉരുക്കിയത് യോജിപ്പിക്കുന്നു. അപ്പോൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര തന്നെ വേണ്ടി വരും. കാര്യം നമ്മളിപ്പോൾ ചൈന ഗ്രാസ് 2 കപ്പ് വെള്ളത്തിൽ കുതിർത്തതല്ലേ ചേർത്ത്. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി ഓഫ് 2 കപ്പിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഓഫ് ചൈന ഗ്രാസ് ഇതിൽ കയറി കഴിഞ്ഞു. ഇനി എന്താണ് ചേർത്തു. ഒരൽപ്പം വാനില എസൻസ്, ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്തു. ഇനി ഇതിനെ നമ്മൾ ബദാം പുഡിങ്ങാക്കി മാറ്റാൻ പോവാണ്. ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈ ബദാം മിൽക്ക് പൗഡറിൻ്റെ മിശ്രിതം ഇതിലേക്ക് ഒഴിക്കും. അപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളർ നമ്മുടെ പുഡിങ്ങിനും വരും. ഇത്രയും. ഇനി ഇത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റണം, പുഡിംഗ് ഡിഷിലേക്ക്. ഇനി ഇത് ഉറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ സെറ്റ് ചെയ്യാനായിട്ട് ഒരു സമയം കൊടുക്കുക. പെട്ടെന്നാകണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ താഴത്തെ തട്ടിൽ ഒരു 2 മണിക്കൂർ സമയം കൊടുക്കുക. അപ്പോഴത്തേക്കും അത് സെറ്റാവും. കാര്യം ചൈന ഗ്രാസ് ആണല്ലോ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റാവും. അപ്പോൾ നമ്മളുടെ ബദാം പുഡിങ് ഓൾമോസ്റ്റ് സെറ്റായി കഴിഞ്ഞു. കണ്ടല്ലോ, എല്ലാ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇളകി വരുന്നൊരു പാകമാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഡീമോൾഡ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡീമോൾഡ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് നുറുക്കിയ ബദാമിൻ്റെ പീസസ്. അപ്പോൾ ഈ പുഡിങ്ങിൻ്റെ ഒരു സ്വാദം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു എന്താ പറയുക, ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ആയിരിക്കും വരാൻ പോണത്. ഈ പുഡിങ് കഴിക്കുമ്പോൾ നമുക്കൊരു രസ്മലായി എല്ലാം കഴിക്കുന്നൊരു ആ ഒരു രുചിയായിരിക്കും നമ്മളുടെ നാവിൻ തുമ്പിൽ വരുന്നത്. അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് കഴിച്ചു നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. ഭയങ്കര സ്വാദാണ്. അപ്പോൾ ആ ഒരു ഇന്ത്യൻ ടേസ്റ്റുള്ളൊരു പുഡിങ്ങായിട്ട് നമുക്കിത് അങ്ങനെ തന്നെ ആലോചിച്ചിട്ട് കഴിക്കാം. തണുപ്പിച്ച് നല്ല ഒരു ഇന്ത്യൻ പുഡിങ് കഴിക്കുന്ന ഒരു ഫീലിൽ കഴിക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ, ആ ഒരു ബദാം ഫ്ലേവർ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പരീക്ഷിച്ചു നോക്കാം. എപ്പിസോഡ് കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ വ്യത്യസ്തമായൊരു മുട്ട കൊണ്ടുള്ള വിഭവമായിരുന്നു. മുട്ട കൊണ്ട് നമ്മളൊരു ബട്ടർ മസാലയാണ് തയ്യാറാക്കിയത്. അപ്പോൾ എഗ് ബട്ടർ മസാല ഇത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറുള്ള ഒരു അടിപൊളി വിഭവമായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവത്തിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം. പിന്നെ രണ്ടാമത് കാണിച്ചതും വളരെ ഇന്ത്യൻ ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ്. പുഡിങ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇന്ത്യൻ അല്ലല്ലോ, പക്ഷേ ഇതിനൊരു ഇന്ത്യൻ ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. ഇതൊരു ബദാം പുഡിങ്ങാണ്, ഒരു ആൽമണ്ട് പുഡിങ്. അപ്പോൾ ഈ 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കാമിലൂടെ കാണാം.